ഓടി വരുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ടൗൺ മൊത്തവും പോയി കിടക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് ഭയങ്കര കരച്ചിലും ഇതെല്ലാം നമ്മൾ കേൾക്കുന്നത്. ഇരുട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പരസ്പരം കാണൂല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് ഇല്ല. നമുക്ക് ഷെമീന, സുമയ്യ അങ്ങനെ പറയുന്ന എല്ലാ ആൾക്കാരും ചളിയിൽ മുങ്ങിന്നിട്ട് സബി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കരയുന്ന രംഗമാണ്. എനിക്കത് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ദൗത്യമേഖലയിൽ ഇന്ന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് ദൗത്യസംഘം. അതേസമയം ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച മനുഷ്യർക്ക് ദുസ്വപ്നം പോലെ തോന്നുന്ന ആ രാത്രി ഇന്നും മറക്കാൻ കഴിയുന്നതല്ല. ഉരുൾപൊട്ടലിന് സാക്ഷിയായ ചൂരൽമല സ്വദേശി സബിത ആ ഭയാനകമായ ദിവസം ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ ഇവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 6 മാസം പോലും ഒരു കുട്ടീനെയാണ് എൻ്റെ കയ്യിൽ കൊടുന്നു തരുന്നത്. അപ്പം നോക്കുമ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്ത് നികിത എന്ന് പറഞ്ഞോളെ കുട്ടിയാണ്. അപ്പോൾ കുട്ടി കണ്ണടച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ വേഗം ഇച്ചിരി വെള്ളമാക്കിയിട്ട് മുഖത്താക്കിയപ്പോൾ കുട്ടി കണ്ണ് തുറന്നപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ അവളെ പിന്നെ ഭർത്താവിൻ്റെ ഏട്ടൻ കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. അവരെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്, അമ്മയ്ക്ക് സുഖമില്ല, എൻ്റെ ആൾക്കാരൊക്കെ എവിടെയോ കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ഞങ്ങൾ സാറില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് കുട്ടീനെ തന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നജീബ്ക്ക എന്ന് പറഞ്ഞവർ പിന്നെ ഈ നികിതേനെയും മോളെയും കൊണ്ട് വരുന്നത്. പിന്നെ ഈ ചളിയിൽ നിന്നാണ് ഈ പിന്നെ അവളെ ഹസ്ബൻഡ് മനോജിനെയും പിന്നെ ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെല്ലാവരും രക്ഷപ്പെട്ട് അച്ഛനും അമ്മയും പോയി. അതുപോലെ പിന്നെ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ ചൂരമല ഞങ്ങളെ രക്ഷിതാക്കളൊക്കെ ഈ തേയില നുള്ളുന്ന ആൾക്കാരാണ്. അന്നൊന്നും നമുക്കൊന്നും ഒരു ഫീസ് തരാനോ ഒരു മിഠായി മേടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് ആവതില്ല. അപ്പോൾ ചാന്തണ്ണൻ എന്ന് പറഞ്ഞൊരു പിന്നെ അത്തുണ്ട് ഇവിടെ, വിളിച്ചിട്ട് അന്നു മുതലേ നമുക്ക് പിന്നെ വിളിച്ച് മിഠായി തരുന്ന അവർ ഈ ഞായറാഴ്ച വരെ, മരിക്കുന്ന ഞായറാഴ്ച വരെ എന്നെ വിളിച്ചിട്ട് എനിക്ക് തന്നത്. അവരൊന്നുമില്ല, അവരൊക്കെ പോയി. അവരെ മോളെ കുട്ടീനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അറിവാണുള്ളത്. അവർ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിലുള്ള കുറച്ച് ആൾക്കാരും കൊണ്ട് വീട്ടിൽ പോയി അവരൊക്കെ കുളിപ്പിച്ച് അവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴത്തേനാണ് അടുത്ത പൊട്ടിൻ്റെ ഭയാനകമായ പൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ ഞങ്ങൾ വിട്ടിട്ടില്ല. ഈ ഭാഗത്തേക്ക് ഞങ്ങളൊന്നും വിടുന്നില്ല. ഞങ്ങളെല്ലാവരും ഓടി കുന്നിൻ്റെ മുകളിലേക്ക് കയറി. ഉള്ള ആൾക്കാരെയും കൊണ്ട് പെറുക്കി. എവിടേക്കാണ് പൊട്ട് വരുന്നതെന്ന് ഒരു നിശ്ചയവും ഇല്ല ആർക്കും.